ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇപ്പം രാവിലെ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ സമയമാണ്. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തിടമ്പേറ്റി നിൽക്കുന്നതും കൂട്ടാനകളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിറകിലായിട്ട് നമ്മൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂരം മേളം കഴിഞ്ഞതിന് ശേഷം പിറകിൽ നിന്നും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഏകദേശം 11:30 നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരും. നിരവധി ജനങ്ങളാണ് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. അവരുടെ ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെയാണ് നമുക്ക് ഇതിന് ചുറ്റും കാണാൻ സാധിക്കുന്നത്. ഉയരക്കേമനായ നന്ദിലത്ത് ഗോപാലകൃഷ്ണനാണ് ഈ കാണുന്നത്. കൂടെ മറ്റ് ആനകളും കൂടി കാണാം. ഏകദേശം മേളം കൊട്ടിക്കയറി അവസാനിച്ച് കയറായിട്ടുണ്ട്. ഇനി ഇതിന് പിറകിലായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ ഒരു ഭാഗത്തേക്ക് ഈ ആനകൾ വന്ന രീതിയിൽ തന്നെ വന്ന് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നിലയുറപ്പിക്കുക. പിറകിലായിട്ട് ചെണ്ടമേളം തുടങ്ങി കഴിഞ്ഞു. നമുക്ക് ആ ഭാഗത്തുള്ള കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടു നോക്കാം.
കാഴ്ചകൾ ഏകദേശം മുക്കാൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നുണ്ട്. മേളം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വടക്കുംനാഥ ക്ഷേത്രത്തിന് അരികിലേക്ക് ഈ ആനകൾ ഒരുമിച്ച് നീങ്ങും. അവസാനം ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വെച്ചിട്ട് പിരിയുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തൊട്ടടുത്ത് തന്നെ ഊക്കൻസ് കുഞ്ചുമുണ്ട്. അപ്പം രാമൻ്റെ വലങ്കൈയായി ഊക്കൻസ് കുഞ്ചുവാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുഞ്ചു നല്ല തലയെടുപ്പോടെ തന്നെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് ആനകളും. അതേപോലെ തന്നെ പേരെടുത്ത് പറയേണ്ട ഒരു ആനയാണ് പാക്കാത്ത് ശ്രീകുട്ടൻ. രാജാവെന്ന പോലെ തന്നെ വളരെ ഉത്സാഹത്തോടെ തലയെടുപ്പോടെ തന്നെ നമുക്ക് നിൽക്കുന്നത് കാണാം. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പറയുന്ന കാര്യങ്ങളിലും വല്ല തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് ഈ പൂരത്തിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ ഇടുന്നത്. നെയ്ത്തലക്കാവ് ഭഗവതിയെ തിടമ്പേറ്റിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഗോപുരനട കടന്ന് അകത്തേക്ക് കയറുന്നതും അതേപോലെ തിരിച്ച് പുറത്തേക്ക് വരുന്നതുമായിട്ടുള്ള ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.